ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ടൈമിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. കൂടാതെ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായും വരുന്നു. ക്ലോക്കുകളും സമയവും നിയന്ത്രിക്കുന്നതിന് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന പ്രാഥമിക സമയ മാനദണ്ഡമാണ് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം അല്ലെങ്കിൽ UTC. കൂടാതെ ഭൂമിയുടെ മധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള പിണ്ഡം കൂടുന്നതിന് കാരണമാവുകയും ഇത് ഭൂമിയുടെ ഭ്രമണത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കുന്നു. ഭൂമിയുടെ ഭ്രമണ വേഗത കുറഞ്ഞു വരുന്നതായി പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. 23.5 മണിക്കൂറായിരുന്നു അന്ന് ഒരു ദിവസം ഉണ്ടായിരുന്നതെന്ന് പെലാഷ്യാനോഗ്രാഫിയിൽ നടന്ന പഠനത്തിൽ പറയുന്നു.